ഇനി ഈ വീഡിയോയിൽ പറയുന്നത് എക്സ്റ്റൻഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി ആണ്. അപ്പോൾ ഇന്നലെ ഞാൻ മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി ഫോർ 2 ഈവൻറ്റ്സ് ആണ് ഞാൻ പറഞ്ഞത്. ആ ഒരു മൾട്ടിപ്ലിക്കേഷൻ തിയറം എവിടെ നിന്നാണ് വന്നത്? ബേസിക് ഐഡിയ എവിടെ നിന്നാണ് വന്നത്? കണ്ടീഷണൽ പ്രോബബിലിറ്റി ബേസ് ചെയ്തിട്ടാണ് വന്നത്. ഓക്കെ, അപ്പോൾ അത് നിങ്ങൾക്ക് മനസ്സിലാവുമെന്ന് വിചാരിക്കുന്നു. സപ്പോസ് അതായത് probability of A given B equal to probability of A B, that means A intersection B divided by probability of B. കാരണം എന്താ? A given B എന്ന് വെച്ച് കഴിഞ്ഞാൽ B ഓൾറെഡി ഒക്കേർഡ് ആണ്, അതിൻ്റെ ബേസിലാണ് ഇതിൻ്റെ പ്രോബബിലിറ്റി നമുക്ക് കണ്ടുപിടിക്കുന്നത്. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് എ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ആൻഡ് പ്രോബബിലിറ്റി ഓഫ് ബി ഗ്രേറ്റർ ദാൻ 0, റൈറ്റ്? ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0, റൈറ്റ്? ഇനി പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ബി ഡിവൈഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് എ ആൻഡ് പ്രോബബിലിറ്റി ഓഫ് എ ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 0. ഓക്കെ, അപ്പോൾ ഇത് വെച്ചിട്ടാണ് നമ്മൾ ചെയ്തത്. അപ്പോൾ ഇതിൽ നിന്ന് നമുക്ക് ഇംപ്ലൈസ് എന്താണ് കിട്ടുക? ഇതിനെ ഇതാണ് പ്രോഡക്റ്റ് അല്ലേ? അപ്പോൾ എ ബി ഈക്വൽ ടു ഇതിന്, അതായത് എയിലും ബിയിലും ഉള്ള കോമൺ പോയിൻറ്റ്സ് ആണ് എടുക്കുന്നത്, ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഓക്കെ, അതുപോലെ തന്നെ പ്രോബബിലിറ്റി ഓഫ് എ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി ഗിവൺ എ. ഓക്കെ, അപ്പോൾ ഇതാണ് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ 2 ഈവൻറ്റ്സ്. ഇനി ഇതിൻ്റെ n ഈവൻറ്റ്സ് ആണ് എടുക്കുന്നത്, അതായത് എക്സ്റ്റൻഷൻ ഓഫ്, അതായത് മൾട്ടിപ്ലിക്കേഷൻ ലോയുടെ എക്സ്റ്റൻഷനാണ് നമ്മളിവിടെ നോക്കുന്നത്. അപ്പോൾ എക്സ്റ്റൻഷൻ ഓഫ് മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റി ആണ്. ഇനി ഇതിൻ്റെ തിയറം ഇതാണ്, പേടിക്കേണ്ട, അത് എല്ലാത്തിലും നമ്മൾ യൂസ് ചെയ്യുന്ന കാര്യങ്ങൾ തന്നെയാണ്. n ഈവൻറ്റ്സ് ആണ് ഇവിടെ കൺസിഡർ ചെയ്യുന്നത്. അപ്പം ഇത് കണ്ടില്ലേ, A1 A2 A എക്സെട്ര n ഈവൻറ്റ്സ് ആണ്, n ഈവൻറ്റ്സ് ആണ് നമ്മൾ എടുക്കുന്നത്. ഓക്കെ, ഫോർ n ഈവൻറ്റ്സ് A1 A2 എക്സെട്ര an we have probability of A1 intersection A2 intersection A3 etc intersection an, which is equal to probability of A1 into probability of A2 given A1 into probability of A3 given A1 A2. ഇനി ഒന്നും കൂടി ഞാൻ എക്സ്റ്റെൻഡ് ചെയ്തിരിക്കുകയാണ് നിങ്ങൾക്ക് മനസ്സിലാകാൻ വേണ്ടി, ഓട്ടോമാറ്റിക്കായിട്ട് മനസ്സിലാകാൻ വേണ്ടി. A4 probability of A4ൻ്റെ probability നമ്മൾ കാണണമെങ്കിൽ ഈവൻറ്റ് A1 A2 A3 ഓൾറെഡി ഒക്കേർഡ്, മനസ്സിലായോ? അപ്പോൾ എന്ത് വരും? Probability of A4 given A1 A2 A3 etc probability of an ആണ്. അപ്പോൾ an given അവസാനത്തെ ഇവൻ്റ് ആണ്. അങ്ങനെയാണെങ്കിൽ അതിന് മുമ്പ് വരെ ഉള്ളതൊക്കെ ഓൾറെഡി ഒക്കേർഡ് ആയിരിക്കണം, മനസ്സിലായോ? ഓൾറെഡി ഹാപ്പൻഡ്. ഓക്കെ, A1 A2 എക്സെട്ര an-1 എന്ന് വെച്ചാൽ ഇത് ജനറലൈസ് ചെയ്ത ടേമാണ്. ഓക്കെ, അതായത് A3 വരുമ്പം ഇവിടെ ഒരു ടേം കുറയും, A1ഉം A2 ആയിരിക്കും. അതുപോലെ an ആവുമ്പം ഇത്രയും ഈവൻറ്റ്സ് എന്തായിരിക്കണം? നേരത്തെ തന്നെ ഹാപ്പൻഡ്, അതായത് ഒക്കേർഡ് ആയിരിക്കണം. എന്ന് വെച്ചാൽ n-ന് തൊട്ട് മുമ്പുള്ള നമ്പറാണ് n-1, അത് കഴിഞ്ഞിട്ടേ n വരുള്ളൂ. ഓക്കെ, അതായത് ഇപ്പോൾ 2 കൊടുത്ത് നോക്കൂ, ഈവൻറ്റ് 2 - 1 എന്നിട്ട് A1 ആവും. 3 കൊടുത്ത് നോക്കൂ, 3 കൊടുക്കുമ്പോൾ എത്ര? A2 വരും. 4 കൊടുക്കുമ്പോൾ A3 വരും, എക്സെട്ര. മനസ്സിലായോ? അപ്പോൾ ഇങ്ങനെ ആണ് നമ്മളിത് കാൽക്കുലേറ്റ് ചെയ്യുന്നത്. ഓക്കെ, well an given A1 A2 etc an-1 represents the conditional probability of the event an given that the events A1 A2 etc an-1 have already happened. ഇതാണ് ഇതിൻ്റെ ഞാൻ നേരത്തെ പറഞ്ഞ മീനിങ്ങും അത് തന്നെയാണ്. ഇതാണ് നമ്മുടെ മൾട്ടിപ്ലിക്കേഷൻ ലോ ഓഫ് പ്രോബബിലിറ്റിയുടെ എക്സ്റ്റൻഷൻ തിയറം. ഓക്കെ, തിയറം കണ്ട് പേടിക്കേണ്ട, ഇതിനകത്ത് ഒന്നുമില്ല. A1 A2 എക്സെട്ര an എന്ന് പറയുന്ന n ഈവൻറ്റ്സ് എടുക്കുവാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ
A3 എക്സെട്ര AN എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ റിസൾട്ട് ഇങ്ങനെ ആയിരിക്കും എന്നാണ് ഇവർ പറഞ്ഞത്. എന്താണ്? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഗിവൺ A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A3 ഗിവൺ A1 A2 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A4 ഗിവൺ A1 A2 A3 എക്സെട്ര. Probability of AN given A1, A2, etc. AN minus 1. Okay. Right. ഇനി ഇതിൻ്റെ പ്രൂഫാണ്. അപ്പം നമ്മൾ 2 ഈവൻസിന് നമ്മൾ ചെക്ക് ചെയ്തു. അത് ഓക്കെ ആണ്, അത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് നോക്കാം, n ഈവൻസിന് നോക്കാം. ഓക്കെ. പ്രൂഫ്. We have for 3 events. We have for 3 events. ഇപ്പോൾ 2 ഈവൻസിന് നിങ്ങൾക്ക് മനസ്സിലായല്ലോ. ഇനി 3 ഈവൻസിന് എങ്ങനെ വരും നോക്കാം. കൺസിഡർ A1, A2 ആൻഡ് A3. ഓക്കെ, A1, A2, A3 3 ഈവൻസിനെ നമ്മൾ കൺസിഡർ ചെയ്തു. എങ്ങനെ എഴുതും? ഇതിനെ എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഓഫ് A1 intersection A2 intersection A3 equal to എങ്ങനെ എഴുതും? എങ്ങനെയായിരിക്കും എഴുതുക? അതായത് A1നെ ബേസ് ചെയ്തിട്ടായിരിക്കും ഇത് നമുക്ക് എഴുതേണ്ടത്, ഇല്ലേ? അതായത് ഇപ്പം ഞാൻ ഒന്നും കൂടെ പറയുകയാണ്. പ്രോബബിലിറ്റി ഓഫ് A1 A2 നിങ്ങൾക്ക് എന്താണ്? ഓൾറെഡി പ്രൂവ്ഡ് ആണ്. എങ്ങനെയായിരിക്കും പ്രൂവ് ചെയ്യുന്നത്? A1 ഇല്ലേ, A1 പുറത്തേക്ക് എടുത്തു കഴിഞ്ഞാൽ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A2 ഗിവൺ A1 ആണ്. ഇത് ഓൾറെഡി പ്രൂവ്ഡ് ആണ്. നമ്മൾ നേരത്തെ കഴിഞ്ഞ വീഡിയോയിൽ പ്രൂവ് ചെയ്തിട്ടുണ്ട്. ഓക്കെ. ഇനി A3 എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഓഫ് A1, A2, A3 എന്ന് വെച്ചാൽ A1 ഇൻ്റർസെക്ഷൻ A2 ഇൻ്റർസെക്ഷൻ A3 ആണ്. വിച്ച് ഈസ് ഈക്വൽ ടു, ഇനി എന്ത് ചെയ്യും? ഇതേമാതിരി തന്നെ നമുക്ക് എഴുതാം. ഇതേപോലെ തന്നെ നമുക്ക് ഇവിടെ എഴുതണം. അപ്പോൾ എന്തെഴുതും? പ്രോബബിലിറ്റി ഓഫ് A1 ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബാക്കി ഈവൻസ് ഏതാണ്? ഇതൊക്കെ തന്നെയല്ലേ ഉള്ളത്, ഇല്ലേ? അല്ലേ? A2 A3 ഓൾറെഡി ഒക്കേർഡാണ് A1. ഓക്കെ, മനസ്സിലായോ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇതിനെ വീണ്ടും എക്സ്റ്റെൻഡ് ചെയ്യുകയാണ്. പ്രോബബിലിറ്റി ഓഫ് A1 ഇനി A2 A1 ആവാമല്ലോ, ഇല്ലേ? പ്രോബബിലിറ്റി ഓഫ് A2 ഗിവൺ A1. ഓക്കെ, A2 ഒക്കർ ചെയ്യണമെങ്കിൽ A1 ഓൾറെഡി ഒക്കേർഡ് ആവണം. ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ്, ഇനി എന്ത് ചെയ്യാം? നമുക്ക് എക്സ്റ്റെൻഡ് ചെയ്യാം, ഇല്ലേ? എന്ത് വരും? എങ്ങനെ വരും? A2 സോറി A1 ആയി A2 ആയി A3 ഇവിടെ എഴുതാമേ. A3 ഗിവൺ A1ഉം A2. അപ്പം ശരിയല്ലേ? ഓക്കെ, റെഡിയായില്ലേ? അതായത് പ്രോബബിലിറ്റി A1 എഴുതി. അപ്പോൾ A2 A3 ഗിവൺ A1 ആയി. ഇനി നമുക്കിതിനെ സെപ്പറേറ്റ് ആക്കണം, ഈ ജോയിൻറ്റിനെ സെപ്പറേറ്റ് ആക്കണം. അപ്പോൾ എന്ത് വരും? A2 ഗിവൺ A1. അപ്പോൾ പിന്നെ A3 വരുമ്പോഴേക്കും A3യുടെ പ്രോബബിലിറ്റി, അപ്പോൾ A2 ഒക്കർ ചെയ്യുവാണെങ്കിൽ A1 ഓൾറെഡി ഒക്കേർഡ് ആണ്. ഇനി A3 ഈവൻ്റ് ആകുമ്പോഴേക്കും A1ഉം A2ഉം ഒക്കർ ചെയ്തിട്ടേ നമുക്ക് A3യുടെ പ്രോബബിലിറ്റി കാൽക്കുലേറ്റ് ചെയ്യാൻ പറ്റുള്ളൂ. ഓക്കെ, അങ്ങനെയാണെങ്കിൽ പ്രോബബിലിറ്റി ഓഫ് അടുത്ത ഈവൻറ്റ് എങ്ങനെ എഴുതാൻ പറ്റുമെന്ന് പറയാൻ പറ്റുമോ? എങ്ങനെ എഴുതും? പ്രോബബിലിറ്റി ഓഫ് A1 ഇല്ലേ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് A1 ഗിവൺ എന്ത് വരും? A2 ഇല്ലേ? പ്രോബബിലിറ്റി ഓഫ് A2 ഗിവൺ A1ഉം A2ഉം കൂടി ഒക്കർ ചെയ്യണം, ഇല്ലേ? ഇനി പ്രോബബിലിറ്റി ഓഫ് A3 എന്ന് പറയുന്നത് എന്ത് വരും? A1ഉം A2ഉം A3യും ഒക്കർ ചെയ്താലേ നമുക്ക് കാൽക്കുലേഷൻ ഇത് ശരിയാവത്തുള്ളൂ. ഇപ്പോൾ ഏകദേശം മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇത് എന്താണ്? ദ റിസൾട്ട് ഈസ് ട്രൂ വെൻ n ഈക്വൽ ടു 3 അല്ലേ? ശരിയല്ലേ? നമ്മൾ n ഈക്വൽ ടു 3ക്കും നമ്മൾ നോക്കി, n ഈക്വൽ ടു 4നും നമ്മൾ നോക്കി. ഓക്കെ, n ഈക്വൽ ടു 3 ആൻഡ് 4. ഓക്കെ, the result is true for n equal to 3 and 4. Okay, now assume that it is true for
n ഈക്വൽ ടു m. അതല്ലേ നമ്മളിപ്പോൾ ചെയ്യുന്നത്. ആദ്യം 2ന് നോക്കും, 3ന് നോക്കും, പിന്നെ എന്ത് ചെയ്യും, എമ്മിന് നോക്കും, m+1 നോക്കും. ഇനിയില്ലെങ്കിൽ ഇങ്ങനെ എടുത്താൽ മതി, n ഈക്വൽ ടു r നോക്കും, r+1 നോക്കും. ഓക്കെ, എം തന്നെ എടുക്കണമെന്നില്ല. ഓക്കെ, ഞാൻ വേണമെങ്കിൽ ആറിന് എടുക്കാം. ഇനിയിപ്പോൾ കൺഫ്യൂഷൻ ആവണ്ട, ആറിന് എടുത്തു. ഓക്കെ, അപ്പോൾ എങ്ങനെ വരും, എങ്ങനെ എഴുതാം? Probability of A1, A2, A1 intersection A2 intersection etc. AR equal to, ഇതിനെ എങ്ങനെ എഴുതാം? Probability of A1 into probability of A2 given A1, probability of A3 given A1, A2 etc. probability of AR ഇല്ലേ, R അല്ലേ, R event. അപ്പോൾ AR given A1, A2 etc. AR -1. റൈറ്റ്, മനസ്സിലായില്ലേ? ഇപ്പോൾ ഇത്രയേ ഉള്ളൂ, ഒരു പാടൊന്നും ഇല്ല. ഇനി നെക്സ്റ്റ് എന്ത് ചെയ്യും? ഒരു മിനിറ്റ്. ഇനി ഈ റിസൾട്ട് ആറിന് നമ്മൾ പ്രൂവ് ചെയ്തു. ഇനി എന്ത് ചെയ്യും ഇല്ലേ, ഇനി എന്ത് ചെയ്യും? r+1 നമ്മൾ നോക്കും ഇല്ലേ. probability of A1 etc. AR+1 which is equal to, എങ്ങനെ എഴുതും? probability of A1 into probability of A2 given A1 into probability of A3 given A1, A2 etc. probability of AR given A1 etc. AR -1. പിന്നെ എന്തുവരും? probability of AR+1 given എവിടെ വരെ വരും? ഈവൻറ്റ്, ഗിവൺ ഈവൻറ്റ് ആർ ഈവൻറ്റ് വരെ ഒക്കെ അറിയും അല്ലേ. A1, A2 etc. AR. ഓക്കെ, R+1 ആകുമ്പോൾ ഇതിൻ്റെ തൊട്ട് മുമ്പത്തത് ഇട്ടാകുമ്പോൾ എന്തായിരിക്കും? AR ആയിരിക്കും. ഓക്കെ, മനസ്സിലായില്ലേ? അപ്പം ഇത് എന്തായി? The result is true for n equal to r+1 and hence it is true all positive values of integral values of positive values of n. എന്താണ്? ബൈ മാത്തമാറ്റിക്കൽ ഇൻഡക്ഷൻ. ഇത്രയേ ഉള്ളൂ. ഹെൻസ് ദ പ്രൂഫ്. മനസ്സിലായില്ലേ? ഇത്രയേ ഉള്ളൂ. ഇതിനകത്ത് ഒന്നും പേടിക്കാനൊന്നുമില്ല. ഇത് മനസ്സിലാവുകയാണെങ്കിൽ വളരെ എളുപ്പമാണ്. ഇതിൻ്റെ ടിപ്സ് മനസ്സിലാവുകയാണെങ്കിൽ നിങ്ങൾക്ക് ഏവർക്കും ഇത് മനസ്സിലാവും. എളുപ്പമാണ്, ഇതിനകത്ത് ഒരു പാടും ഇല്ല. ഓക്കെ, ഇത് മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. മനസ്സിലായില്ലെങ്കിൽ ചോദിക്കാവുന്നതാണ്. നെക്സ്റ്റ് നമ്മുടെ കോൺസെപ്റ്റ് എന്ന് പറയുന്നത് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ് ആണ്. അടുത്ത ഹെഡിങ് ആണ് സ്റ്റാറ്റിസ്റ്റിക്കൽ. അടുത്ത കോൺസെപ്റ്റ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ് ആണ്. ഓക്കെ, സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ്. വാട്ട് യു മീൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ്? വാട്ട് യു മീൻ ഇൻഡിപെൻഡൻസ്? എന്താണ് ഈ ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നത്? എന്തായിരിക്കും? എന്തുകൊണ്ടാണ് ഇൻഡിപെൻഡൻസ് കൊണ്ട് ഉദ്ദേശിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. ഓക്കെ, അതായത് the event A and B consider the event A and B. Then probability of A given B equal to probability of A, or probability of B given A equal to probability of B. ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കലി ഇൻഡിപെൻഡൻ്റ് ആണെന്ന് പറയാൻ കാരണം. നമുക്ക് ഇതിൻ്റെ റിസൾട്ട് എന്തായിരുന്നു വന്നത്? ഇതിൻ്റെ റിസൾട്ട് എന്താണ്? probability of സാധാരണ എങ്ങനെയായിരിക്കും വരുന്നത്? ഇത് കണ്ടീഷണൽ probability ആണ്. സോ എങ്ങനെയായിരിക്കും വരിക? probability of A given B equal to probability of AB divided by probability of B അല്ലേ? അതല്ലേ വന്നിരിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഇത് എങ്ങനെ probability of A ആയി? അതായത് ഇൻഡിപെൻഡൻസിൻ്റെ കേസിൽ എങ്ങനെ probability A ആയി?
ഈ ഒരു കണ്ടീഷണൽ പ്രോബബിലിറ്റി എങ്ങനെയായി നോക്കാം. എങ്ങനെയായെന്ന് നോക്കാം. നമ്മുടെ കണ്ടീഷണൽ പ്രോബബിലിറ്റി പ്രകാരം എ ഗിവൺ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി. ഇത് ഇൻഡിപെൻഡൻ്റ് ആണെങ്കിൽ എ ആൻഡ് ബി ആർ ടു ഈവൻസ് ആണ്. ഇത് ഇൻഡിപെൻഡൻ്റ് ആകണമെങ്കിൽ എങ്ങനെയാണ്? വിച്ച് ഈസ് ഈക്വൽ ടു പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി അല്ലേ? ഇതിന് ഇൻഡിപെൻഡൻ്റ് ആണ്. ഓക്കെ, ഈ രണ്ട് ഈവൻസും ഇൻഡിപെൻഡൻ്റ് ആണ്, ഡിപ്പെൻഡൻ്റ് അല്ല. ഓക്കെ, പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി ഡിവൈഡഡ് ബൈ പി ഓഫ് ബി എന്ന് കൊടുത്തു. ഇതിനകത്ത് പി ഓഫ് ബിയും പി ഓഫ് ബിയുടെയും പ്രോബബിലിറ്റി ഈക്വൽ ആയതുകൊണ്ട് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ എന്ത് വരും? പി ഓഫ് എ. അതല്ലേ ഇവിടെ കിടക്കുന്നത്. ഓക്കെ, ഇനി അടുത്തത് പി ഓഫ് ബി ഗിവൺ എ എങ്ങനെ എഴുതാം? പ്രോബബിലിറ്റി ഓഫ് കണ്ടീഷണൽ ബൈ ഡെഫിനിഷൻ ഓഫ് കണ്ടീഷണൽ പ്രോബബിലിറ്റി എ intersection b divided by probability of a which is equal to p of a into p of b divided by p of a and which is equal to p of b. ആണെന്ന് നോക്കിയേ, ഇതാ കണ്ടില്ലേ ആൻസർ കണ്ടില്ലേ? പി ഓഫ് ബി എന്ന് കിട്ടി. ഇവിടെ നോക്ക്, പി ഓഫ് ബി ആണ്. അപ്പം ഇങ്ങനെ എഴുതണമെങ്കിൽ അവിടെ എന്ത് പറയണം? അവിടെ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. ക്വസ്റ്റ്യൻ ആയാലും എന്തായാലും തിയറം ആയാലും ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഉണ്ടാവും. എന്താണ് ഹിയർ എ ആൻഡ് ബി ആർ എന്താണ്? ഇൻഡിപെൻഡൻ്റ്. മനസ്സിലായോ? അങ്ങനെ എഴുതുവാണെങ്കിൽ നിങ്ങൾക്ക് ഇങ്ങനെ സ്പ്ലിറ്റ് അപ്പ് ചെയ്യാവുന്നതാണ്. അങ്ങനെ പറഞ്ഞിട്ടില്ല എങ്കിൽ അങ്ങനെ സ്പ്ലിറ്റ് ചെയ്യാൻ നിങ്ങൾക്ക് യാതൊരു റൈറ്റ്സും ഇല്ല. ഓക്കെ, അപ്പോൾ എ ആൻഡ് ബി ആർ ടു ഇൻഡിപെൻഡൻ്റ് ഈവൻസ് എന്ന് പറയുവാണെങ്കിൽ നിങ്ങൾക്ക് എങ്ങനെ എഴുതാം? പി ഓഫ് എ ഇൻറ്റു പി ഓഫ് ബി എന്ന് നിങ്ങൾക്ക് തീർച്ചയായിട്ടും എഴുതാം. ഇല്ല എങ്കിൽ നിങ്ങൾക്ക് എഴുതാൻ കഴിയില്ല. ഇങ്ങനെ തന്നെ എഴുതാൻ പാടുള്ളൂ. ഓക്കെ, അപ്പോൾ ഇതാണ് സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ് എന്ന് പറയുന്നത്. ഓക്കെ, അപ്പം നമുക്ക് ഇനി വരാം. ഇപ്പോൾ ഇതിൻ്റെ കോൺസെപ്റ്റൊക്കെ മനസ്സിലായി കാണുമെന്ന് വിചാരിക്കുന്നു. ഇനി ഞാൻ ഇതിൻ്റെ മെയിൻ ഇതിലേക്ക് വരികയാണ്, നമ്മുടെ ഡെഫിനിഷനിലേക്ക് വരികയാണ്. ഓക്കെ, ഇഫ് പി ഓഫ് എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ ഇല്ലേ? ഈ എ ഗിവൺ ബി ഈക്വൽ ടു പി ഓഫ് എ എന്താണ്? ബൈ ഡെഫിനിഷൻ ഓഫ് പ്രോബബിലിറ്റി മൾട്ടിപ്ലിക്കേഷൻ തിയറം എന്താ പറയുന്നത്? ടു ഈവൻസിൻ്റെ എ ബി ഈക്വൽ ടു എന്ത് വരും? പി ഓഫ് ബി ഇൻറ്റു പി ഓഫ് എ ഗിവൺ ബി ആണെന്നാണ് പറയുന്നത്. ഓക്കെ, എന്താണ് പ്രോബബിലിറ്റി? ഇത് മൾട്ടിപ്ലിക്കേഷൻ തിയറം ഫോർ ടു ഈവൻസ് ആണ്. അപ്പോൾ കണ്ടീഷണലും മൾട്ടിപ്ലിക്കേഷനും ഇവിടെ അപ്ലൈ ചെയ്യുന്നുണ്ട്. മനസ്സിലായി? സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസിൽ ഇത് രണ്ട് കോൺസെപ്റ്റ് ഇതിവിടെ കൊണ്ടുവരുന്നുണ്ട്. ഓക്കെ, അപ്പോൾ നിങ്ങൾക്ക് കണ്ടീഷണൽ പ്രോബബിലിറ്റിയുടെ കോൺസെപ്റ്റ് എന്താണെന്നറിയാം, മൾട്ടിപ്ലിക്കേഷൻ്റെ കോൺസെപ്റ്റ് എന്താണെന്നറിയാം. അപ്പോൾ ഈ രണ്ട് കോൺസെപ്റ്റുമാണ് ഇവിടെ മിക്സ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ പ്രോബബിലിറ്റി ഓഫ് എ ബി ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് എ ഗിവൺ ബി. ഓക്കെ, അപ്പോൾ വിച്ച് ഈസ് ഈക്വൽ ടു പ്രോബബിലിറ്റി ഓഫ് ബി ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ഇതെങ്ങനെ എഴുതാം? എ ഇൻ്റർസെക്ഷൻ ബി ഡിവൈഡഡ് ബൈ പ്രോബബിലിറ്റി ഓഫ് ബി ഇല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു ഇത് ക്യാൻസൽ ചെയ്ത് പോകും. അപ്പോൾ പിന്നെ എന്ത് വരും? പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി വിച്ച് ഈസ് ഈക്വൽ ടു, രണ്ടും ഈക്വൽ അല്ലേ? ഇതും പ്രോബബിലിറ്റി ഓഫ് എ ഇൻ്റർസെക്ഷൻ ബി തന്നെയല്ലേ? വിച്ച് ഈസ് ഈക്വൽ ടു, ഇത് ഇൻഡിപെൻഡൻ്റ് ആണ്. എ ആൻഡ് ബി ആർ ഇൻഡിപെൻഡൻ്റ് ആണ്. അപ്പോൾ എന്തൊരു വരും? പ്രോബബിലിറ്റി എ ഇൻറ്റു പ്രോബബിലിറ്റി ഓഫ് ബി അല്ലേ? ഇപ്പോൾ ശരിയായില്ലേ? മനസ്സിലായോ? ഇതാണ് നമ്മുടെ ആൻസർ. ഇനി അടുത്ത ഈവൻറ്റ് നിങ്ങൾ നോക്കൂ. നമുക്ക് അടുത്തത് നോക്കാം. probability of A intersection B or AB equal to probability of A into probability of B given A. അതും നമുക്ക് നോക്കാം. probability of A into what is the definition of conditional probability? Probability of A intersection B divided by probability of A, which is equal to probability of A and probability of A same value, so cancelled.
the remaining term probability of A intersection B, which is equal to probability of A into probability of B, probability of A intersection B. Okay, മനസ്സിലായോ? ഇത് രണ്ടും സെയിം റിസൾട്ടാണ് വന്നത്. ഈ ഇതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്? എ ആൻഡ് ബി, അതായത് events A and B are said to be independent if probability of AB equal to probability of A into probability of B. ഇതാണ് ഇതിൻ്റെ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻഡിപെൻഡൻസ്. ഓക്കെ, അപ്പോൾ ഇത് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഇനി നമുക്ക് കുറച്ച് പ്രോബ്ലംസും കൂടെ ചെയ്യാം. ഇനി കുറച്ച് തിയറംസ് ഉണ്ട്, അതും കൂടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ഈ ഒരു വലിയൊരു മോഡ്യൂൾ കഴിഞ്ഞു. പിന്നെ അതിന് തൊട്ട് ബാക്കിൽ ബേസ് തിയറവും അതിൻ്റെ പ്രോബ്ലംസ് മാത്രമേ ഉള്ളൂ. അപ്പോൾ ആ മോഡ്യൂൾ കഴിഞ്ഞു കേട്ടോ.